സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് കേരള PSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കുള്ള ഏറ്റവും നല്ലൊരു വാർത്തയായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ, ഈ എക്സാമിന് കഴിഞ്ഞ സിലബസിൽ 5 സബ്ജക്ട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എക്കണോമിക്സ്, മാത്സ്, സ്റ്റാറ്റി, കൊമേഴ്സ്, GK, അങ്ങനെ 5 ഏരിയാസ് ഉണ്ടായിരുന്നു അല്ലേ ഈ എക്സാമിന്. ഈ തവണയും സിലബസ് ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും കൂടുതൽ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നുണ്ടാവില്ല. മാറ്റം വന്നാൽ തന്നെ കണ്ടന്റ് കുറച്ചുകൂടി കൂടുകയുള്ളൂ, അല്ലാതെ നിലവിലുള്ള കണ്ടന്റിൽ നിന്ന് ഒന്നും കുറയില്ല. കഴിഞ്ഞ സിലബസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും, എക്കണോമിക്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കുറേ കൂടുതലില്ലേ. എക്കണോമിക്സിൽ 5 മൊഡ്യൂളുണ്ട്. 5 മൊഡ്യൂളിലും കണ്ടന്റ് എന്ന് പറയുന്നത് വളരെയധികം ഉണ്ട്. എക്കണോമിക്സിൻ്റെ എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു സിലബസാണിത്. മൈക്രോ എക്കണോമിക് തിയറി വരുന്നുണ്ട്, മാക്രോ എക്കണോമിക്സ് വരുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് അതായത് QT, അതിൽ തന്നെ എക്കണോമെട്രിക്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, പബ്ലിക് ഫിനാൻസ്, ഇൻ്റർനാഷണൽ ട്രേഡ്, പിന്നെ ഇന്ത്യൻ എക്കണോമിയും കേരള എക്കണോമീനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് എക്കണോമിക്സ് ഏകദേശം മുഴുവൻ ഏരിയയും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു സിലബസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിലബസ് കവർ ചെയ്യുക എന്ന് പറയുന്നത് എക്കണോമിക്സ് പഠിച്ചവർക്ക് കുഴപ്പമില്ല. പക്ഷേ എക്കണോമിക്സ് അല്ലാത്തവർ, സ്റ്റാറ്റി, മാത്സ്, കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും ഈ എക്സാം എഴുതുന്നില്ലേ, അപ്പോൾ അവർക്ക് ഇത് എന്തായാലും കുറച്ച് പാടായിരിക്കില്ലേ. നിങ്ങൾക്ക് അറിയാത്തൊരു മേഖലയാണ് ഇത് നോക്കാൻ പോകുന്നത്. ബാക്കി സബ്ജക്ട്സും അതുപോലെ തന്നെയാണ് കേട്ടോ. എന്നാൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് സിലബസ് കണ്ടാൽ അറിയില്ലേ, കുറേ അധികം ഉണ്ട്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും അറിയാം, എക്കണോമിക്സിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് ഇപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് എക്കണോമിക്സ് അറിയാത്ത ഒരാൾക്ക് എന്തായാലും അത് ആൻസർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ ചോദിച്ചിട്ടില്ല. ആകെ ഫിനാൻസ് കമ്മീഷനെ പറ്റി, ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാനോ അങ്ങനെ എന്തോ സംഭവം മാത്രമാണ് ഡയറക്റ്റായിട്ട് ഇപ്പോൾ ആർക്കും അറിയാമെന്നുള്ള GK ലെവലൊക്കെ ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്ന് പറയുന്നത് സബ്ജക്ട്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് പഠിക്കാതെ ഈ 20 മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്കണോമിക്സിൻ്റെ അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് കേരള PSC എക്സാമിന് വേണ്ട എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ്. യൂട്യൂബിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഓരോ ദിവസവും ഓരോ ടോപ്പിക് എന്ന വിധം നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ടോട്ടൽ സിലബസും എക്കണോമിക്സിൻ്റെ ടോട്ടൽ സിലബസും നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അത് യൂട്യൂബിൽ തന്നെയാണ് ഫ്രീ ആയിട്ട്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്നതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട്സൊക്കെ വരുമ്പോൾ എങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന്. ഇതറിയാത്തവർക്ക് എന്തായാലും കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവുമല്ലോ. അതുപോലെ ചിലപ്പോൾ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിന് സോൾ ഓഫ് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട്, അതിൽ ചോദിക്കാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ല നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. നമ്മളത് കാണുമ്പോൾ അതിന് മറുപടി തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ലൈവ് സെഷൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് അപ്പോൾ ക്ലിയർ ചെയ്ത് പോകാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഓരോ ദിവസവും ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് കറക്റ്റ് ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ നല്ലത്. അതായത് എന്നും ഒരേ ടൈം, ഇപ്പോൾ രാവിലെ 6 മണി എന്നാണെങ്കിൽ എന്നും രാവിലെ 6 മണിക്ക് അപ്ലോഡ് ചെയ്യുക. ഇതൊക്കെ പക്ഷേ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചാണ്. നിങ്ങളല്ലേ ക്ലാസ് കാണുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണം. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ക്ലാസ് അപ്ലോഡ് ചെയ്താൽ ആ സമയത്ത് തന്നെ കാണാൻ നോക്കുക. അപ്പം തന്നെ കണ്ട് അപ്പം തന്നെ അത് പഠിച്ചു പോവുക. ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നീട് പഠിക്കാമെന്നുള്ള രീതി വരരുത്. ആ ക്ലാസ്സിൽ പറയുന്ന ആ സമയത്ത് പഠിക്കാവുന്ന കാര്യം ആ ഒരു ക്ലാസ്സിൽ പറയുള്ളൂ. അപ്പോൾ അത് കണ്ട് അപ്പം തന്നെ പഠിച്ചു പോവുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് പഠിക്കേണ്ട ആവശ്യം വരില്ല. ലാസ്റ്റ് റിവിഷൻ്റെ ടൈമിൽ റിവിഷൻ ചെയ്താൽ മാത്രം മതി. നമ്മൾ ഈ പഠിപ്പിക്കുന്ന മേഖലയിൽ ഓരോ ടോപ്പിക്കിൽ നിന്നും വരുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ ഡിസ്കഷന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ക്ലാസ് വെക്കുന്നതായിരിക്കും. കാരണം മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഇപ്പോൾ എക്കണോമിക്സ് അറിയാത്തവർക്ക്, അതായത് വേറെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്, ഇപ്പോൾ എക്കണോമിക്സിൽ ഓരോ ടോപ്പിക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ ചിലവർ കാണാം ഓരോ ടോപ്പിക്കൊന്നും അത് ബേസ് ലെവൽ മുതൽ മുഴുവൻ അറിയണമെന്ന് പറഞ്ഞിരിക്കുന്നവർ. പക്ഷെ ഒരു PSC എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശിച്ചറിയാം, ഈ ഒരു കുറച്ച് ടൈമേ ഉള്ളൂ. ആ ടൈമിനുള്ളിൽ നിങ്ങൾ എന്തിനാ ആ ടോപ്പിക്ക് മുഴുവൻ അങ്ങ് പഠിക്കുന്ന അരച്ച് കലക്കി? നിങ്ങൾ PG ഒന്നും എടുക്കാനല്ലല്ലോ പോണേ. അപ്പം നമുക്ക് ഈ എക്സാമിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. എക്സാമിന് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, ആ ക്വസ്റ്റ്യന് ആൻസർ എങ്ങനെ ചെയ്യാം, ആ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് സെറ്റിൻ്റെ നെറ്റിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം എങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് വരുന്നതെന്ന്. അതൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ അത് മാത്രം പഠിച്ചാൽ മതി. അല്ലാതെ ആ ടോപ്പിക്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പഠിക്കേണ്ട. നിങ്ങൾ ഒരു ടോപ്പിക്ക് പഠിക്കാൻ നോക്കുകയാണെങ്കിൽ അതിന് തന്നെ കുറേ സമയം ഉണ്ടാവും. ഇപ്പോൾ മാക്രോയിൽ നിങ്ങൾക്ക് ഒരു ISLM മോഡലൊക്കെ കാണാം. ISLM മോഡൽ എന്ന് പറയുന്നതിനെ പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് സാധിക്കുന്നതല്ല. നമുക്ക് എക്സാമിന് വരുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചായിരിക്കും. നിങ്ങൾ ഈ സിലബസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇത്
തീർക്കാൻ കുറേ ഉണ്ട് അല്ലേ? പക്ഷെ നമ്മൾ മാക്സിമം വേഗം എടുത്തിട്ട് ഇത് തീർക്കുന്നതായിരിക്കും. എന്നാൽ മനസ്സിലാവാത്ത രീതിയിലല്ല കേട്ടോ, നമ്മൾ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും, നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നോക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലായ്മ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുന്നതിൽ പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സഹകരണം അനുസരിച്ചായിരിക്കും നമ്മൾ ബാക്കി ക്ലാസ്സുകൾ ഇടുക. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ദിവസം ഒരു ക്ലാസ് എന്നല്ലേ, ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക. അതുപോലെ തന്നെ ക്ലാസ്സൊക്കെ എങ്ങനെയാണ് വേണ്ടത്, എന്തൊക്കെ രീതിയിൽ വേണം, ഇപ്പം ഞാൻ പറഞ്ഞതിനെക്കാട്ടും കൂടുതൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അതിൽ ഇൻക്ലൂഡ് ചെയ്യണം, ക്ലാസ് വേറെ രീതിയിൽ എടുക്കണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എക്കണോമിക്സിൻ്റെ ക്ലാസ്സുകൾ മാത്രമായിരിക്കും കേട്ടോ ഇപ്പോൾ നമ്മൾ എടുക്കുക. അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൊമേഴ്സിൻ്റെ എടുക്കുന്നതായിരിക്കും. ആദ്യം നമ്മൾ എക്കണോമിക്സിൻ്റെ മാത്രം എടുത്ത് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഈ ഒരു ഏരിയ മാത്രം എടുത്ത് തീർക്കുമ്പോൾ തന്നെ നല്ല സമയം എടുക്കില്ലേ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ടോപ്പിക്കുകളൊക്കെ ഇപ്പോൾ നിങ്ങൾ പലരും പല സ്ഥലത്ത് ജോയിൻ ചെയ്തിട്ടൊക്കെ ഉണ്ടാവാമല്ലേ, ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങളിപ്പോൾ സ്വയം നോക്കുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര പാടായിട്ടുള്ള ടോപ്പിക്കുകൾ ഇതിലേതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് പറയുക. അതോ നിങ്ങൾക്ക് മൊഡ്യൂൾ വൈസ് തന്നെയാണോ ക്ലാസ് കണ്ടക്ട് ചെയ്ത് പോകണ്ടേ, അതോ അല്ലാതെ ഏതെങ്കിലും ടോപ്പിക്കുകൾ ആദ്യം എടുത്തു തരണം, അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ മാക്സിമം പറയാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ അടുത്തൊരു ദിവസം മുതൽ തന്നെ ക്ലാസ്സുകൾ തുടങ്ങുന്നതായിരിക്കും. ആദ്യം എക്കണോമിക്സിൻ്റെ ക്ലാസ് ആയിരിക്കും നമ്മൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് പോവുക. അതിനുശേഷം നമ്മൾ ബാക്കി സിലബസിൻ്റെ കാര്യം നമ്മൾ നോക്കുന്നതായിരിക്കും. താങ്ക് യു.